എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിസംബർ 7-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. സെക്രട്ടേറിയറ്റ് OA പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള 10th പ്രിലിംസ് എക്സാം ഡിസംബർ 28 മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പരീക്ഷയുടെ പാറ്റേൺ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2024 നടന്ന 30 ചോദ്യ പേപ്പറുകളും അതിന്റെ അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തി ടാലന്റ് ഒരു PQ ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് 14 ജില്ലകളിലായി നടന്ന LDC പരീക്ഷകളും ഖാദി ബോർഡ് LDCയുടെ പ്രിലിംസും അതിന്റെ മെയിൻസ് എക്സാമും തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവയിലും, ഇനി അതല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com ലഭ്യമാകും. ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു നിയമനമാണ്. അതായത് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ട് 2024 ഡിസംബറിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി നിലവിൽ ആരാണ്? അത് ദേവേന്ദ്ര ഫഡ്നാവിസ്. ആരാണ്? ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്. വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി ഇതിനൊപ്പം ഓർത്തു വയ്ക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഉപമുഖ്യമന്ത്രിമാരെ കൂടി എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അതായത് എന്താണ്, മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഏകനാഥ് ഷിൻഡെയും അതുപോലെ തന്നെ അജിത് പവാറുമാണ് എന്തെന്ന് പറയുന്നത് നിലവിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിമാരെന്ന് പറയുന്നത്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്. അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് BJP ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി എന്താണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സഖ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹായുതി സഖ്യം. ഏതാണ്? അപ്പോൾ മഹാരാഷ്ട്ര ഭരിക്കുന്ന സഖ്യം എന്ന് പറയുന്നത് മഹായുതി സഖ്യമാണ്. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഓൾറെഡി തന്നെ 2 സ്ഥലത്ത് നിന്നാണ് ഇലക്ഷൻ നടന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ജാർഖണ്ഡും മഹാരാഷ്ട്രയും. അപ്പോൾ ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഹേമന്ത് സോറൻ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഹാരാഷ്ട്ര ഓർത്തു വയ്ക്കുക, ആരാണ്? ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പട്ടികയാണ്. അതായത് 2024 യൂറോ മോണിറ്റർ ഇന്റർനാഷണൽ തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ആകർഷകമായ നഗരങ്ങളുടെ പട്ടിക. അപ്പൊ എന്ത് പട്ടികയാണ്? ലോകത്തിലെ ഏറ്റവും ആകർഷകമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ നഗരം ഏതാണ്? അത് പാരീസ്. ഏതാണ്? പാരീസ് ആണ്. കൃത്യമായിട്ട് ഓർക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2ാം സ്ഥാനത്ത് വന്ന നഗരം ഏതാണ്? അത് മാൻഡ്രിഡ് ആണ്. ഏതാണ്? മാൻഡ്രിഡ് ആണ് 2ാം സ്ഥാനത്ത് വന്നത്. അപ്പോ 3ാം സ്ഥാനത്തോ? 3ാം സ്ഥാനത്ത് ടോക്കിയോ. ഏതാണ്? 3ാം സ്ഥാനത്ത് ടോക്കിയോ ആണ്. ഇനി ഈ ഒരു പട്ടികയിൽ ഇന്ത്യയിൽ നിന്നൊരു നഗരം ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതാണ്? ഡൽഹിയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഡൽഹി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഡൽഹി എത്രാം സ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 74ാം സ്ഥാനത്ത്. എത്രയാണ്? 74ാം സ്ഥാനത്താണ് ഡൽഹി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? ലോകത്തിലെ ഏറ്റവും ആകർഷകമായ നഗരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടതാരാണ്? യൂറോ മോണിറ്റർ ഇന്റർനാഷണൽ ആണ് എന്ത് ചെയ്തത്? ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അപ്പൊ ഈ റിപ്പോർട്ട് പ്രകാരം ഒന്നാമതുള്ള നഗരം ഏതാണ്? പാരീസ് ആണ്. 2ാമത് മാൻഡ്രിഡ് ആണെന്ന് പറഞ്ഞു. 3ാം സ്ഥാനത്ത് ടോക്കിയോ ആണെന്ന് പറഞ്ഞു. ഡൽഹി എത്രാമതാണെന്ന് പറഞ്ഞു? 74ാമതാണെന്ന് പറഞ്ഞു. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ഇന്ത്യയിലെ ആദ്യ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ഗൂഗിളിന്റെ ഇന്ത്യയിലെ ആദ്യ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു? ഹൈദരാബാദ്. എവിടെയാണ്? ഹൈദരാബാദ് ആണ്. അപ്പൊ ഇതുകൂടി എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ്. അതായത് 2024 ലോക മണ്ണ് ദിനം. നമുക്കറിയാം എന്നാണ് ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത്? ഡിസംബർ 5 ആണ്. അപ്പോൾ ഡിസംബർ 5 ആണ് ലോക മണ്ണ് ദിനം എന്ന് പറയുന്നത്. അപ്പോൾ 2024 ലോക മണ്ണ് ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അപ്പോൾ 2024 ഏത് ദിനത്തിനാണ് ലോക മണ്ണ് ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അത് തായ്ലൻഡ്. ഏതാണ്? തായ്ലൻഡ് ആണ്. വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കുക. കാരണം ഇതിനു മുൻപും ഇതുപോലെ എന്താണ് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങളുടെ കാര്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ PSC ചോദിച്ചത് എന്താണ്? പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു അല്ലെ. അപ്പോൾ 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ. ഏതാണ്? സൗദി അറേബ്യ ആണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യമാണ്. ഒരുപാട് പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റിപ്പീറ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർത്തു വയ്ക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ്? ലോക മണ്ണ് ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതെന്നാണ്? 2024 ലോക മണ്ണ് ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതെന്നാണ്? അതേതാണ്? തായ്ലൻഡ് ആണ്. ഇനി 2024 പരിസ്ഥിതി ദിനമാണെങ്കിൽ ആരാണ്? സൗദി അറേബ്യ ആണ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട അംഗീകാരമാണ്. അതായത് 29ാമത് IFFK-യുമായി ബന്ധപ്പെട്ട ഒരു അംഗീകാരം. നമ്മൾ ഓൾറെഡി തന്നെ 29ാമത് IFFK-യുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് IFFK എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയാണ്. അപ്പോൾ 29ാമത് IFFK-യിലെ ഫോക്കസ് രാജ്യം ഏതാണ്? അർമേനിയാണ്. നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. ഇനി അതുപോലെ തന്നെ 29ാമത് IFFK-യിലെ എന്താണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നമ്മൾ ചർച്ച ചെയ്തതാണ്. ആർക്കാണ്? ആൻ ഹുയിക്കാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 29ാമത് IFFK-യിലെ
സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയത് ആരാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? 29ാമത് IFFKയിലെ എന്ത് അവാർഡാണ്? സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയത് ആരാണ്? അത് പായൽ കപാടി. ആരാണ്? പായൽ കപാടിയാണ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമുക്കറിയാം പായൽ കപാടി എന്ന് പറയുന്ന ഒരു സംവിധായികയാണ്. അതായത് ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായികയാണ് ആരെന്ന് പറയുന്നത്? പായൽ കപാടിയ. ഈ പറയുന്ന ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന് പറയുന്ന ചിത്രം ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട്. നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക, 29ാമത് IFFKയിലെ എന്ത് അവാർഡ്? സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയത് ആരാണ്? പായൽ കപാടിയാണ്. പായൽ കപാടിയ സംവിധായികയാണ്. ഇനി എത്രയാണ് പുരസ്കാരത്തിന്റെ തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം. എത്രയാണ്? 5 ലക്ഷമാണ് പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി ഈ പറയുന്ന പായൽ കപാടിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ എന്താണ് ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പായൽ കപാടിയ. അപ്പൊ എന്താണ്? ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് എന്താണ് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പായൽ കപാടിയ. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അംഗീകാരമാണ്. അതായത് 2024 എന്താണ് തോപ്പിൽ ഫാസി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അപ്പോൾ 2024 എന്ത് പുരസ്കാരം? തോപ്പിൽ ഫാസി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പെരുമ്പടവം ശ്രീധരൻ. ആരാണ്? പെരുമ്പടവം ശ്രീധരനാണ്. വളരെ കൃത്യമായിട്ട് ഓർക്കുക. പുരസ്കാരം നൽകുന്ന ആരാണ്? തോപ്പിൽ ഫാസി ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ തോപ്പിൽ ഫാസി ഫൗണ്ടേഷന്റെ തോപ്പിൽ ഫാസി പുരസ്കാരത്തിന് 2024 അർഹനായത് ആരാണ്? പെരുമ്പടവം ശ്രീധരനാണ്. സമ്മാന തുക എന്ന് പറയുന്നത് 33,333 രൂപ. എത്രയാണ്? 33,333 രൂപയാണ് പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തെ പറ്റിയാണ്. അതായത് പ്രോബാ3 എന്ന് പറയുന്ന ദൗത്യം. നമ്മൾ ഓൾറെഡി തന്നെ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിക്ഷേപിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. പ്രോബാ3 എന്ന് പറയുന്ന ദൗത്യം ആരുടെ ദൗത്യമാണ്? അത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ്. അപ്പൊ ആരുടെയാണ്? യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ എന്താണ് ISROയുടെ വാണിജ്യ വിഭാഗമായിട്ടുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു വിക്ഷേപണത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്താണ്? യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബാ3 എന്ന് പറയുന്നത്. അതായത് പ്രോബാ സീരീസിൽപ്പെട്ട പ്രോബാ 1 എന്ന് പറയുന്നത് അവർ ഓൾറെഡി തന്നെ എന്താണ് 2001 എന്നാണ് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. 2009 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രോബാ 2 വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2024 എന്ത് ചെയ്തു? പ്രോബാ3 വിക്ഷേപിച്ചു. അപ്പോൾ എന്നാണ് വിക്ഷേപിച്ചത്? അതായത് ആദ്യം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു, പിന്നീട് മാറ്റി വയ്ക്കുകയായിരുന്നു. അപ്പോൾ പ്രോബാ3 വിക്ഷേപിച്ചത് എന്നാണ്? 2024 ഡിസംബർ 5. അപ്പോൾ എന്നാണ്? 2024 ഡിസംബർ 5 പ്രോബാ3 വിക്ഷേപിച്ചു. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ. എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് എന്ത് ചെയ്ത? പ്രോബാ3 വിക്ഷേപിച്ചെന്നുള്ള കാര്യം ഓർക്കാം. ഇനി ഏതാണ് വിക്ഷേപണ വാഹനം? അത് PSLV C-59. ഏതാണ്? PSLV C-59. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരുപാട് ദൗത്യങ്ങൾ, അതായത് ISROയുടെ ഒരുപാട് ദൗത്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പ്രോബാ3 എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് തന്നെ വയ്ക്കുക. അപ്പോൾ പ്രോബാ3 വിക്ഷേപിച്ചത് PSLV C-59 ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. അപ്പോൾ എന്താണ് പ്രോബയുടെ പൂർണ്ണ രൂപം? അപ്പൊ അതുകൂടി നമുക്കൊന്ന് നോട്ട് ചെയ്യാം. അതായത് പ്രോജക്ട് ഫോർ ഓൺ ബോർഡ് ഓട്ടോണമി. ഇതാണ് പ്രോജക്ട് ഫോർ ഓൺ ബോർഡ് ഓട്ടോണമി എന്നുള്ളതാണ് പ്രോബയുടെ എന്ന് പറയുന്നത് പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. അതുകൂടി ഓർക്കുക. ഇനി ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് 2 ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത്. അപ്പോൾ എത്രയാണ്? 2 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. ഒന്നെന്ന് പറയുന്നത് കൊറോണാഗ്രാഫ്. എന്താണ്? കൊറോണാഗ്രാഫ്. അതുപോലെ തന്നെ ഒക്യൂൾട്ടർ. എന്താണ്? ഒക്യൂൾട്ടർ. അപ്പോൾ കൊറോണോഗ്രാഫ്, ഒക്യൂൾട്ടർ എന്ന് പറയുന്ന 2 ഉപഗ്രഹങ്ങളാണ് എന്ത് ചെയ്തത്? 2 സാറ്റലൈറ്റ് ആണ് വിക്ഷേപിച്ചെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി എന്തിനായിരുന്നു ഈ ഒരു ദൗത്യം എന്ന് പറയുന്നത്? അതായത് സൂര്യന്റെ കൊറോണയെ കുറിച്ച് പഠിക്കാനുള്ള ദൗത്യം. അതായത് സൂര്യനിൽ എന്ത് ചെയ്യുക? ഒരു കൃത്രിമമായിട്ട് ഒരു സൂര്യഗ്രഹണം സൃഷ്ടിച്ച എന്താണ് സൂര്യന്റെ പ്രഭാവലയത്തെ കുറിച്ച് പഠിക്കുക. ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ദൗത്യം സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് വീണ്ടും സ്പേസുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്. അതായത് ബഹിരാകാശത്തെ കൃഷി സാധ്യതകളുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ബഹിരാകാശ നിലയത്തിൽ ലെറ്റിയൂസ് കൃഷി ചെയ്തത് ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ബഹിരാകാശത്തെ കൃഷി സാധ്യതകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരീക്ഷണം അവിടെ നടക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ബഹിരാകാശ നിലയത്തിൽ എന്താണ് ലെറ്റിയൂസ് കൃഷി ചെയ്തത് ആരാണ്? സുനിത വില്യംസ്. ആരാണ്? സുനിത വില്യംസ്. നമുക്കറിയാം എന്താണ് സുനിത വില്യംസ് ഇപ്പോൾ ബഹിരാകാശ നിലയത്തിലാണ്. അവരുടെ എന്താണ് വാഹനം കേടായതിനെ തുടർന്ന് അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. അപ്പോൾ ഫെബ്രുവരിയോടുകൂടി എന്ത് ചെയ്യുള്ളൂ? അവർ തിരിച്ചു വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലെറ്റ്യൂസ് കൃഷി ചെയ്തത് ആരാണ്? സുനിത വില്യംസ് ആണ്. അതായത് പ്ലാന്റ് ഹാബിറ്റാറ്റ് 07. എന്താണ്? പ്ലാന്റ് ഹാബിറ്റാറ്റ് 07 എന്ന് പറയുന്ന പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടായിരുന്നു ഇവരെന്ത് ചെയ്ത ഈ ഒരു ചെടിയോടെ വളർത്തിയത്, കൃഷി ചെയ്തത്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രോജക്റ്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ജലത്തിന്റെ ലഭ്യത കുറവിനനുസരിച്ച് എങ്ങനെ ചെടി വളർത്താം എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതായത് ബഹിരാകാശത്ത് എന്താണ് ജലത്തിന്റെ ലഭ്യത കുറവിനനുസരിച്ച് എങ്ങനെ ചെടി വളർത്താം എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക.
നമുക്കറിയാം സെക്രട്ടേറിയറ്റ് OA പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള 10th പ്രിലിംസ് എക്സാം 4 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ ആദ്യത്തെ ഘട്ടം ഡിസംബർ 28 ആരംഭിക്കുന്നു, രണ്ടാമത്തെ ഘട്ടം ജനുവരി 11, മൂന്നാമത്തെ ഘട്ടം ജനുവരി 25, നാലാമത്തെ ഘട്ടം ഫെബ്രുവരിയിലാണ്, ഫെബ്രുവരി 8 നടക്കുന്നത്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള LDC റാങ്ക് ഫയൽ വളരെയധികം യൂസ്ഫുൾ ആണ്. ഇനി അതിന് പുറമെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്പദമാക്കി ഒരു LDPQ ബുക്കും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി ഈ 2 പുസ്തകങ്ങളെ ആസ്പദമാക്കി ഒരു സ്റ്റഡി പ്ലാൻ ടാലന്റ് നിങ്ങൾക്കായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റഡി പ്ലാനിലൂടെ 5000-ലധികം ചോദ്യങ്ങൾ PSCയുടെ അതേ മാതൃകയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം വളരെയധികം കൂടുതലാണ്, അതായത് വളരെയധികം മാർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്ന തരത്തിൽ ഒരു കറണ്ട് അഫയേഴ്സ് ബുക്കും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ SCRTയുടെ പ്രാധാന്യം നമുക്ക് തള്ളിക്കളയാനാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റുകൾ ഉൾപ്പെടുത്തി സ്കൂൾ മാസ്റ്റർ എന്ന പേരിൽ ഒരു സീരീസിൽ 4 പുസ്തകങ്ങൾ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. സ്കൂൾ മാസ്റ്റർ മാത്തമാറ്റിക്സ്, ജനറൽ സയൻസ്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് പാർട്ട് 1. ഈ പാർട്ട് 1-ലുള്ളത് ജോഗ്രഫിയും അതുപോലെ തന്നെ എക്കണോമിക്സുമാണ്. ഇനി പാർട്ട് 2 എന്ന് പറയുന്നത് ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനുമാണ്. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിൽ ലഭ്യമാണ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവയിൽ ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com-ൽ ലഭ്യമാണ്. ഇനി അതുമല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് T20 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ഏത് ടീമാണ്? എന്താണ് പറഞ്ഞത്? T20 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ഏത് ടീമാണ്? അത് ബറോഡയാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. 349 റൺസ് സിക്കിമിനെതിരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബറോഡ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 349 റൺസ് ബറോഡ ആർക്കെതിരെ? സിക്കിമിനെതിരെ നേടിയെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അതായത് ഇപ്പോൾ സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൂർണമെന്റിലാണ് എന്ത് ചെയ്തത്? ബറോഡ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, T20 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ ആരുടെ പേരിൽ? ബറോഡയുടെ പേരിലാണ്. അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ ആരുടെ പേരിലാണ്? അത് സിംബാബ്വേയുടെ പേരിൽ തന്നെയാണ്. അവർ ഗാംബിയക്കെതിരെ നേടിയ സ്കോർ തന്നെയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? അഭിഷേക് ശർമ്മയും ഉർവിൽ പട്ടേലും. ആരൊക്കെയാണ്? അഭിഷേക് ശർമ്മയും അതുപോലെ തന്നെ ഉർവിൽ പട്ടേലുമാണ്. ഈ ഉർവിൽ പട്ടേൽ നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 28 പന്തിലാണ് സെഞ്ചുറി നേടിയത്. ഇപ്പൊ അഭിഷേക് ശർമ്മ എന്ത് ചെയ്തിരിക്കുന്നു? 28 പന്തിൽ സെഞ്ചുറി നേടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്ത ഉർവിൽ പട്ടേൽ ഏത് ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്? അത് രണ്ടുപേരും സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെന്റിലാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. അപ്പോൾ ഉർവിൽ പട്ടേൽ ഏത് ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്? ഗുജറാത്തിന് വേണ്ടിയിട്ടാണ്. അഭിഷേക് ശർമ്മ ഏത് ടീമിന് വേണ്ടിയിട്ടാണ്? പഞ്ചാബിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെന്റിൽ ഉർവിൽ പട്ടേൽ ഗുജറാത്ത് ടീമിലും അഭിഷേക് ശർമ്മ ഏതാണ്? പഞ്ചാബിലുമാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെയും അതുപോലെ തന്നെ T20 ക്രിക്കറ്റിലെയും ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി ആരുടെ പേരിലാണ്? അത് സാഹിൽ ചൗഹാന്റെ പേരിലാണ്. അദ്ദേഹം എന്ന് പറയുന്നത് എസ്റ്റോണിയയുടെ താരമാണ്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഒരുപാട് എക്സാം വരാതിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ടാലന്റ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് പ്ലസ് 2 യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് 10th 12th ജനറൽ ബാച്ചും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചും ഇനി അതുപോലെ തന്നെ HSA സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി HSA സോഷ്യൽ സയൻസ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലെ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞതൊരു നിയമനമായിരുന്നു. എന്താണ് നിയമനം? മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ട് 2024 ഡിസംബറിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? ദേവേന്ദ്ര ഫഡ്നാവിസ്. അപ്പോൾ മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്. കൃത്യമായിട്ട് ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു? ഒരു റിപ്പോർട്ടാണ്. അതായത് ലോകത്തിലെ ഏറ്റവും ആകർഷകമായ നഗരങ്ങളുടെ റിപ്പോർട്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ആകർഷകമായ നഗരങ്ങളുടെ പട്ടിക പുറത്തിറക്കിയത് ആരാണ്? യൂറോ മോണിറ്റർ ഇന്റർനാഷണൽ. അപ്പോൾ ഇത് പ്രകാരം ഒന്നാമതുള്ളത് ആരാണ്? അത് പാരീസ് ആണ്. അപ്പോൾ പാരീസ് ഒന്നാമതാണെന്ന് പറഞ്ഞു, മാഡ്രിഡ് രണ്ടാമതാണെന്ന് പറഞ്ഞു, മൂന്നാമത് ടോക്കിയോ ആണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും ഡൽഹി ഉണ്ട്. ഡൽഹി എത്രാമതാണ്? 74ാമതാണ്. വളരെ കൃത്യമായിട്ട് ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു? ഗൂഗിളിന്റെ ഇന്ത്യയിലെ ആദ്യ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു. എവിടെയാണ്? ഹൈദരാബാദിലാണ്. അതിനുശേഷം ഒരു ആതിഥേയത്വം വഹിക്കുന്ന രാജ്യത്തെ പറ്റി പറഞ്ഞു. അതായത് നമ്മൾ ഒരുപാട് കണ്ടതാണ്. എന്താണ്? പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം 2024 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2024 ലോക മണ്ണ് ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? തായ്ലൻഡ് ആണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു അംഗീകാരമാണ് 29ാമത് IFFK. ഇത് കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം. ഇപ്പോൾ അതിനിടയ്ക്ക്
പ്രഖ്യാപിക്കുന്ന അവാർഡുകൾ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്യുന്നത് മാത്രം. അപ്പോൾ 29ാമത് IFFKയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയത് ആരാണ്? പായൽ കപാഡിയ. പായൽ കപാഡിയ സംവിധായികയാണ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ എന്താണ് സംവിധായികയാണ് പായൽ കപാഡിയ. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. മറ്റൊരു അംഗീകാരം പറഞ്ഞു, അതായത് 2024 തോപ്പിൽ ഫാസി ഫൗണ്ടേഷന്റെ തോപ്പിൽ ഫാസി പുരസ്കാരത്തിന് അർഹനായത് ആരെന്ന് പറഞ്ഞു. ആരാണ്? പെരുമ്പടവം ശ്രീധരനാണ്. കൃത്യമായിട്ട് ഓർക്കുക. ഇനി അതിനുശേഷം പ്രോബ 3യെ പറ്റിയാണ് പറഞ്ഞത്. നമുക്കറിയാം ആരുടെയാണ്? യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ 3 എന്ന് പറയുന്നത്. പക്ഷേ വിക്ഷേപിച്ചത് ആരാണ്? ISRO എന്നാണ്. കൃത്യമായിട്ട് ഓർക്കുക. എന്നാണ് വിക്ഷേപിച്ചത്? 2024 ഡിസംബർ 5 വിക്ഷേപിച്ചു. ഏതാണ് വിക്ഷേപണ വാഹനം? PSLV C-59 ആണ്. കൃത്യമായിട്ട് ഓർക്കുക. എന്താണ് പ്രോബയുടെ പൂർണ്ണരൂപം? അത് പ്രോജക്ട് ഫോർ ഓൺ ബോർഡ് ഓട്ടോണമി എന്നുള്ളതാണ് പൂർണ്ണരൂപം. ഇനി 2 ഉപഗ്രഹങ്ങൾ ഈ ദൗത്യത്തിന്റെ ഭാഗമായി വിക്ഷേപിച്ചു. ഏതൊക്കെയാണ് ഉപഗ്രഹങ്ങൾ? കൊറോണാഗ്രാഫും ഒക്യൂൾട്ടറുമാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി എന്തിനു വേണ്ടിയിട്ടായിരുന്നു ദൗത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യന്റെ കൊറോണയെ പറ്റി പഠിക്കാനുള്ള ദൗത്യമാണ്. അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം പറഞ്ഞത് വീണ്ടും സ്പേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, സുനിത വില്യംസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. അതായത് ബഹിരാകാശത്തെ കൃഷി സാധ്യതകളുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ബഹിരാകാശ നിലയത്തിൽ എന്ത് കൃഷി, ലെറ്റ്യൂസ് കൃഷി ചെയ്തത് ആരാണ്? അത് സുനിത വില്യംസ് ആണ്. കൃത്യമായിട്ട് ഓർക്കുക. അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ വന്ന് എന്തിലായിരുന്നു? നമ്മുടെ സയ്യിദ് മുഷ്താഖിലെ ടൂർണമെന്റിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. T20 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയത് ആരാണ്? ബറോഡയാണെന്നുള്ള കാര്യം ഓർക്കുക. T20 ക്രിക്കറ്റിലാണ്, അതുകൂടി ശ്രദ്ധിക്കുക. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റ് ആകുമ്പോൾ ആരാണ്? സിംബാബ്വെ ആണ്. ഇനി T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? അഭിഷേക് ശർമ്മയും ഉർവിൽ പട്ടേലുമാണ്. 2 പേരും 28 പന്തിൽ നിന്നാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, BBC 100 വുമൺ ലിസ്റ്റ് 2024 ഉൾപ്പെട്ട ഇന്ത്യൻ വനിതകളിൽ ഉൾപ്പെടാത്തത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വിനേഷ് ഫോഗട്ട്, ബി പൂജ ശർമ്മ, സി അരുണ റോയ്, ഓപ്ഷൻ ഡി ഹർമൻപ്രീത് കൗർ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ തുടങ്ങിയവയ്ക്കായിട്ട് ആരോഗ്യ ഇൻഷുറൻസ് പ്ലാൻ അവതരിപ്പിച്ചത് ആരെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഗൂഗിൾ പേ, ബി ആമസോൺ പേ, സി പേടിഎം, ഓപ്ഷൻ ഡി ഫോൺ പേ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ലോകത്തിലെ ആദ്യത്തെ ചരിഞ്ഞ LED പ്ലാനറ്റേറിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ശ്രീനഗർ, ബി വിശാഖപട്ടണം, സി മൈസൂർ, ഓപ്ഷൻ ഡി വാരണാസി. അപ്പോൾ ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. മൈസൂരാണ് നിലവിൽ വരുന്നത്. അതായത് മൈസൂരിലെ ചാമുണ്ടി ഹിൽ ക്യാമ്പസിലാണ് എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. 2025 കൂടി എന്ത് ചെയ്യും? അത് നിലവിൽ വരും. ഇനി രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ കേരള ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള എന്താണ് സാമൂഹിക മാധ്യമ പ്രചാരണ പരിപാടി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജീവനേകാം ജീവനാകാം, ഓപ്ഷൻ ബി ജീവൻ നൽകാം ജീവനിലൂടെ, ഓപ്ഷൻ സി ജീവനായി കൂടെയുണ്ട്, ഓപ്ഷൻ ഡി ജീവിതമേകാം ജീവനാകാം. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ജീവനേകാം ജീവനാകാം എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. ഡിസംബർ 7-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.